ദ ജേർണലിസ്റ്റിലേക്ക് മുഹമ്മദ് നിഹാദ് എന്ന തൊപ്പി മോനെ, നീയും നിന്റെ കൂട്ടുകാരും രക്ഷപ്പെടാനുള്ള സാധ്യതകൾ വിരളമാണ്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ഇപ്പോൾ കാണിക്കുന്നത് പോലെ പൊട്ടിക്കരഞ്ഞിട്ടോ നിലവിളിച്ചിട്ടോ ഒന്നും എൻ്റേതല്ല എന്ന് പറഞ്ഞിട്ടോ തടി തപ്പാൻ സാധിക്കില്ല. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയിലെ കാലിൽ വീണ് പൊട്ടിക്കരഞ്ഞു എന്നൊരു കാര്യം കേൾക്കുന്നുണ്ട്. അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നീയൊന്നും ഉദ്ദേശിക്കുന്ന ആളെയല്ല. ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. മയക്കുമരുന്നിന്റെ ഉടമകളും അടിമകളും ഇടപാടുകാരുമാണ് നിങ്ങളെങ്കിൽ നിശ്ചയദാർഢ്യത്തോടുകൂടി കേരളത്തോട് മുഴുവൻ ഒരൊറ്റ വാക്കേ രമേശ് ചെന്നിത്തല എന്ന ആഭ്യന്തരമന്ത്രിക്ക് പറയാനുള്ളൂ. അതിൽ തൊപ്പിക്കോ കുപ്പിക്കോ ഒരുത്തനോ രക്ഷപ്പെടാനാകില്ല. നിന്നെയൊന്നും വെറുതെ വിടില്ല എന്ന് ഉറപ്പിക്കുന്ന ചെന്നിത്തലയുടെ വാക്കുകൾ കേട്ടിട്ട് വിഷയത്തിലേക്ക് വരാം. അനവധി ആരോപണങ്ങൾ നടക്കുന്നുണ്ട്, അതിലൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഞാൻ അങ്ങനെ ഒന്നിനെ പറ്റി ഞാൻ പൊതുവെയാണ് പറയുന്നത്. പൊതുവെ നമ്മുടെ സംസ്ഥാനത്ത് പല ആളുകളും ഇപ്പോൾ ഇത് ഉപേക്ഷിച്ചു വരുന്നുണ്ട്. ധാരാളം ആളുകൾ ഇത് ഉപേക്ഷിച്ചു വരുന്നുണ്ട്. അവരുടെ പേര് ഞാൻ വെളിപ്പെടുത്തില്ല, ശരിയല്ല. നമ്മുടെ ഈ ബോധവൽക്കരണ പ്രക്രിയയിലൂടെ തന്നെ ധാരാളം ആളുകൾ അത് ഉപേക്ഷിക്കുകയും നമ്മുടെ ഈ ക്യാമ്പയിനിൽ പങ്കാളികളാവുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാരും സഹോദരിമാരുമാണ് ഏറ്റവും വിഷമിക്കുന്നത്. എനിക്ക് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത്, കേരളത്തെ മയക്കുമരുന്ന് വിമുക്ത സംസ്ഥാനമാക്കി മാറ്റണം. അതിനുവേണ്ടി എല്ലാവരുടെയും സഹായം അഭ്യർത്ഥിക്കുകയാണ്. ഇതിനകത്ത് രാഷ്ട്രീയമില്ല. ഓപ്പറേഷൻ തുഫാൻ രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും യോജിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് കേരളം ഒറ്റക്കെട്ടായി ഈ മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം. യൂട്യൂബർ തൊപ്പി ഇന്ന് കേരളത്തിലെ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലെ ഒരു വലിയ ചർച്ചാ വിഷയം ഈ ചെറിയ ചെറുപ്പക്കാരനാണ്. യൂട്യൂബർ തൊപ്പി അഥവാ മുഹമ്മദ് നിഹാദ് ഒരു കൊടും ക്രിമിനലാണ് എന്ന നിലയിൽ വാദിക്കുന്ന ഒരു വലിയ വിഭാഗം ഇപ്പുറത്ത് നിൽക്കുന്നു. മറുവശത്ത് തൊപ്പിക്ക് വേണ്ടി ജയ് വിളിക്കുന്ന, തൊപ്പിയെ കുടുക്കാൻ വേണ്ടി ആസൂത്രിതമായി ശ്രമം നടക്കുന്നു എന്ന് പറയുന്ന, എന്ന് വിശ്വസിക്കുന്ന, തൊപ്പിയെ അറസ്റ്റ് ചെയ്താൽ കേരളം കത്തുമെന്ന് പറയുന്ന ന്യൂജൻ പിള്ളേരടക്കമുള്ള ഒരു വിഭാഗം ഇപ്പുറത്തും നിൽക്കുന്നു. ഇവർ തമ്മിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ പ്രത്യാക്രമണങ്ങൾ നടക്കുകയാണ്. പ്രത്യേകിച്ച് തൊപ്പിയുടെ ലൈവ് സ്ട്രീമുകൾക്കടിയിൽ, വീഡിയോകൾക്കടിയിലൊക്കെ ആളുകൾ ചേരിതിരിഞ്ഞ് പോരടിക്കുകയാണ്. ഇതിനും മാത്രം സപ്പോർട്ടേഴ്സ് ഉണ്ടാകാൻ, ഇതിനും മാത്രം ചർച്ച ചെയ്യാൻ ആരാണ് ഈ തൊപ്പി? അതാണ് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത്. ഇത് മാത്രമല്ല, എങ്ങനെയാണ് തൊപ്പിയുടെ മയക്കുമരുന്ന് ഡീലിങ്ങുകൾ ഉൾപ്പെടെ നടക്കുന്നത്? ഇതിനെക്കുറിച്ച് വ്യക്തമായ അന്വേഷണം നടക്കാനുണ്ടായ സാഹചര്യം എന്താണ്? കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി പോലും അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയമായി ഇത് മാറിയത് എങ്ങനെയാണ്? ഒരു തലതെറിച്ച ചക്കൻ എന്നതിനപ്പുറം ഒന്നുമല്ലായിരുന്നു കുറച്ചു കാലം മുമ്പ് വരെ മുഹമ്മദ് നിഹാദ് എന്ന ഇപ്പോഴത്തെ തൊപ്പി. കയ്യിലിരിപ്പിന്റെ ഗുണം കാരണം വീട്ടുകാർ അകറ്റി നിർത്തേണ്ടി വന്ന ഒരു ചെറുപ്പക്കാരനാണ് ഇയാളെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് സ്കൂളിൽ പഠിക്കാൻ വിട്ട സമയത്ത് ചില അശ്ലീല ഇടപാടുകൾ നടത്തിയും നാട്ടുകാരെ തെറിവിളിച്ചും അവരുടെ കയ്യിൽ നിന്ന് തല്ലുവാങ്ങിയും വീട്ടുകാരുടെ കയ്യിൽ നിന്ന് തല്ലുവാങ്ങിയും ഒടുവിൽ സോഷ്യൽ മീഡിയ സ്പേസിൽ ഇതൊക്കെ മറ്റുള്ളവരുടെ കുറ്റമായി അവതരിപ്പിച്ച് സ്വയം ഒരു രക്തസാക്ഷി കളിച്ചും സകലരെയും പറ്റിച്ച് നേടിയ ഒരു പദവിയാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ തൊപ്പി ഉണ്ടാക്കിയത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ കേരളത്തിലെ പല പ്രമുഖരായ യൂട്യൂബേഴ്സ്, ഇൻസ്റ്റാഗ്രാം റീൽസ് ഒക്കെ ഇടുന്ന ആളുകൾ തൊപ്പി വളരെ പാവമാണ്, അവന് കുടുംബ സാഹചര്യം മോശമാണ്, അവൻ ഒരുപാട് തല്ലു വാങ്ങിയിട്ടുണ്ട്, വീട്ടുകാർ അവനെ തെറ്റായി വളർത്തിക്കൊണ്ട് അവൻ അങ്ങനെ ആയിപ്പോയതാണ് എന്നൊക്കെ പറഞ്ഞ് തൊപ്പിക്ക് വലിയ ഹൈപ്പ് കൊടുത്തിരുന്നു തൊപ്പിയുടെ തുടക്ക കാലഘട്ടങ്ങളിൽ. നമുക്കറിയാവുന്ന പലരും, അവരെ അടക്കം കേരളക്കരയെ മുഴുവൻ സോഷ്യൽ മീഡിയ സ്പേസിലൂടെ തൊപ്പി പറ്റിക്കുകയായിരുന്നു, തൻ്റെ കപട മുഖം ഉപയോഗിച്ച് പറ്റിക്കുകയായിരുന്നു എന്നാണ് ഞാൻ ഇപ്പോൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സെക്ഷുവലി ഒരു പേവേർട്ട് മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാണ് തൊപ്പി എന്നാണ് ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്നൊരു വീഡിയോയിൽ ഒരാൾ പറയുന്നത് കേട്ടത്. ഇയാളുടെ ഒപ്പമുള്ള ഒരാളാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ചെറിയ കുട്ടികളെ ലൈംഗികമായി ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പറയുക, പോക്സോ കേസ് വരുന്ന രീതിയിലുള്ള ചില ലൈംഗിക ഇടപാടുകൾ നടത്തുക, മയക്കുമരുന്നിൻ്റെ ഉപയോഗം, കഞ്ചാവിൻ്റെ ഉപയോഗം. പണ്ട് തൊപ്പി വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് എല്ലാവരെയും പച്ചത്തറി വിളിക്കുന്നു, എല്ലാവരെയും വെല്ലുവിളിക്കുന്നു,
വളരെ എക്സെൻട്രിക് ആയിട്ട് ഇടപെടുന്നു. അതൊക്കെ കാണുമ്പോൾ പലരും ചോദിച്ചിരുന്നു, നീയൊക്കെ കഞ്ചാവാണ്, ഇവരൊക്കെ മയക്കുമരുന്ന് അടിച്ചിട്ടാണോ എന്ന്. അന്ന് തൊപ്പി പറയുന്നത്, നിങ്ങൾ എൻ്റെ പ്രശസ്തി കണ്ടിട്ട്, എൻ്റെ ഉയർച്ച കണ്ടിട്ട് അസൂയ കൊണ്ട് പറയുന്നതാണ്, ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കഞ്ചാവ് കൊണ്ടല്ല അല്ലെങ്കിൽ ലഹരി കൊണ്ടല്ല, ഞാൻ ആഘോഷിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ് തൊപ്പി എന്തൊക്കെയോ പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോൾ ഇവരൊപ്പമുള്ളവർ പറയുന്നത് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും തൊപ്പിക്കെതിരെ സമഗ്രമായ അന്വേഷണം വേണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. പക്ഷെ അങ്ങനെ ഒരു അന്വേഷണം വരുന്നതിനെ തടയാൻ വേണ്ടിയിട്ട് മുഹമ്മദ് നിഹാദിന് വേണ്ടി ഒരു വലിയ ക്യാമ്പയിൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആരംഭിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് തൊപ്പിയെ ബലിയാടാക്കുകയാണ്. തൊപ്പിക്കെതിരെ അന്വേഷണം നടന്നു കഴിഞ്ഞാൽ യൂട്യൂബ് ഇൻഫ്ലുവൻസർമാർക്ക് എതിരായിട്ടുള്ള ഒരു നീക്കമായി അത് മാറും. അതുകൊണ്ട് തന്നെ യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഇളകി മറിയും. ജെൻസി പോലീസിനെതിരെ നീങ്ങും. സംസ്ഥാന സർക്കാരിനെ പോലും പ്രതിരോധത്തിലാക്കുന്ന വിധത്തിൽ കേരളം കത്തും എന്ന നിലയിലൊക്കെയാണ് കുറേ ആളുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ക്യാമ്പയിൻ നടക്കുന്നത്. സേവ് തൊപ്പി, സ്റ്റാൻഡ് വിത്ത് തൊപ്പി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ഹാഷ്ടാഗുകളൊക്കെ പലയിടത്തും ഞാൻ കണ്ടു. ഇവനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു താല്പര്യവും ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ തൊപ്പിക്ക് അനുകൂലമായിട്ട് ഒന്നും പറയാനില്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അത് ചെയ്യണ്ട എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതൊന്നും സ്ക്രീൻഷോട്ടുകൾ കാണിക്കാത്തത്. പക്ഷേ ഒരു വശത്ത് തൊപ്പി തൻ്റെ ആർമിയെ ഇളക്കി വിടുന്നുണ്ട്. അവൻ പറയുന്നത് എൻ്റേതായി പുറത്തു വന്ന ശബ്ദം ആണ്, ഞാനൊന്നും ചെയ്തു. പിന്നെ ഈ പരമനാറി സോഷ്യൽ മീഡിയ സ്പേസിലിരുന്ന് വിളിച്ചു കൂവിയ തെറികൾ, കാട്ടിക്കൂട്ടിയ അശ്ലീലങ്ങൾ, വൃത്തികേടുകൾ, അത് ചെറിയ കുട്ടികളിൽ ഉണ്ടാക്കിയിട്ടുള്ള മാനസികമായിട്ടുള്ള വലിയ ആഘാതങ്ങൾ, മാറ്റങ്ങൾ, ഇതൊന്നും ചെറുതല്ല. ഇവന് ഈ സമൂഹത്തോട് ചെയ്തിട്ടുള്ള ദ്രോഹം ചെറുതല്ല. ഈ തൊപ്പി എന്ന് പറയുന്ന വൃത്തികെട്ടവൻ ഒരു സഭ്യമായ സമൂഹത്തിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത ഭാഷയും ഉപയോഗിക്കാൻ പാടില്ലാത്ത ചേഷ്ടകളും ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത സ്ത്രീ വിരുദ്ധതയും ഒക്കെയാണ് ഇവൻ കുറെ നാളുകളായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പരസ്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറെ പുരോഗമനവാദികൾ, ജൻസികൾ എന്ന് പറയുന്നവർ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. എന്ന് വെച്ച് തൊപ്പി നിയമത്തിന് അതീതനല്ല എന്നർത്ഥമില്ല. കോടിക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ടെങ്കിലും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിനനുസരിച്ച് BNS-നുള്ളിൽ, ഭാരതീയ ന്യായ സംഹിതയ്ക്കുള്ളിൽ തന്നെയാണ് ഇവന്റെയൊക്കെ സ്ഥാനം. അതനുസരിച്ചേ ഇവിടെ മുന്നോട്ട് പോകാൻ കഴിയൂ. നീതിന്യായ വ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു രാജ്യമാണിത്. അപ്പൊ തൊപ്പി ഇപ്പൊ ചെയ്യുന്നത് പല ആളുകളെയും കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു സഹതാപ തരംഗം, വീണ്ടും പഴയ കഥയൊക്കെ ആയിട്ട് പലരും ഇറങ്ങുന്നുണ്ട്. തൊപ്പി അയ്യോ പാവം, അവന് പാരന്റിങ് കൃത്യമല്ലായിരുന്നു, അവൻ്റെ മാതാപിതാക്കൾ അവനെ വഷളാക്കി, അവനെ നോക്കാൻ ആരുമില്ലായിരുന്നു, അതുകൊണ്ടാണ് അവൻ അങ്ങനെ തലതെറിച്ചു പോയത്, അതുകൊണ്ടാണ് അവൻ അങ്ങനെ ഓരോന്ന് പറയുന്നത്, പക്ഷെ ആ പറച്ചിലൊന്നും അവൻ ചെയ്യാറില്ല, അവൻ സാധുവാണ്. ഇങ്ങനെയൊക്കെയുള്ള പല പല കഥകളുമായിട്ട് ഇവൻ്റെ കൂട്ടുകാർ, ഇവനെ അറിയുന്നവരെന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തന്മാർ രംഗത്ത് വരുന്നുണ്ട്. ആദ്യമേ പറയട്ടെ, ഇവൻ നിരപരാധിയാണെങ്കിൽ അവന് ശിക്ഷിക്കരുത്. പക്ഷേ ഇവൻ്റെ ചെയ്ത്തും വർത്തമാനവും കൂട്ടുകാരുടെ ആ മൊഴികളും കാണുമ്പോൾ മനസ്സിലാകുന്നത് ഇവനൊരു കൊടും ക്രിമിനൽ ആകാനുള്ള സാധ്യതയുണ്ട്. അതേക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പോലീസ് DGP അന്വേഷണത്തിന് ഉത്തരവിട്ടത്. അത് കഴിഞ്ഞപ്പോൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇത് അന്വേഷിക്കണമെന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചപ്പോൾ ഉടനെ തന്നെ തൊപ്പി കരച്ചിലുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പരോക്ഷമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ കാലിൽ വീഴുന്ന വിധത്തിൽ, പരോക്ഷമായി പോലീസിനോട് ഞാനൊന്നും ചെയ്തിട്ടില്ലേ എന്ന് പറയുന്ന വിധത്തിൽ ഇപ്പോൾ തൊപ്പിയുടെ പുതിയൊരു വീഡിയോ വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത്, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ശബ്ദം, അതായത് തൊപ്പിക്കൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ തൊപ്പി അശ്ലീലം പറയുന്നതിൻ്റെയും അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നതിൻ്റെയും സ്ത്രീകളെക്കുറിച്ച് മോശമായി, കൊച്ചു പെൺകുട്ടികളെക്കുറിച്ച് അശ്ലീലം പറയുന്നതിൻ്റെ ഒക്കെ ഓഡിയോകളും ചില ക്ലിപ്പുകളൊക്കെ പുറത്തു വിട്ടിട്ടുണ്ട്. ഇനിയും വരുന്നുണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ അതൊക്കെ നിർമ്മിതമാണ്, എൻ്റെ അല്ല എന്ന് പറഞ്ഞ് കാൽക്കൽ വീഴുകയാണ്. പേടിച്ച് വിറച്ചിരിക്കുകയാണ് തൊപ്പി. ഇവൻ സോഷ്യൽ മീഡിയയിൽ ഒരു റൂമിൽ ഇരുന്നിട്ട് ക്യാമറ വെച്ചിട്ട് നാട്ടുകാരെ മുഴുവൻ തെറി വിളിക്കുന്നു, എന്ത് വായിൽ തോന്നിയാസം മുഴുവൻ പറയുന്നു, സ്വകാര്യ ഇടങ്ങളിലൊക്കെ ലഹരി ഉപയോഗിക്കുന്നതാണ് പറയുന്നത്. ഇനി അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന പല കാര്യങ്ങളിലൊക്കെ വലിയ ഹീറോ ആണ്. പക്ഷെ കേസ് വന്നു അകത്താവെന്ന് അറിഞ്ഞോടുകൂടി ഓഡിയോ ആണ്, ഒന്നും എൻ്റെ അല്ല, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞു ഒഴിയുകയാണ്. ഇനി ഈ കൂട്ടുകാരുടെ വെളിപ്പെടുത്തൽ വേണ്ടെന്നേ. ഇവൻ മുമ്പ് ചെയ്തിട്ടുള്ള ലൈവ് സ്ട്രീം തന്നെ തപ്പിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കേസിടാനുള്ള വകുപ്പുകൾ അതിൻ്റെ അകത്തുണ്ട് എന്ന് മാത്രമല്ല, ഈ പറയുന്ന മറ്റു കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ഈ കൂട്ടുകാർ നൽകിയിരിക്കുന്ന മൊഴി അത് മുഴുവൻ തെളിവായി എടുക്കുകയും അല്ലെങ്കിൽ അത്തരം അവരുടെ ഭാഗത്ത് ഇനി മറ്റെന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ അതുകൂടി ശേഖരിക്കുക ചെയ്താൽ തൊപ്പി അകത്ത് പോവും. അത് പോക്സോ നിയമപ്രകാരമുള്ള കേസുകളുണ്ട്. ഏതോ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തിട്ട് അത് കേസ് കൊടുത്ത് സെറ്റിൽ ചെയ്യുന്ന, അല്ല പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്തിരിക്കുന്ന പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. അപ്പം നമ്മൾ ഈ കാണുന്ന പോലെ ഒരു പൊട്ടൻ, ഒരു പാവം ഒന്നും അല്ല അവൻ.
ക്രിമിനൽ മൈൻഡാണ് ഉള്ളിലുള്ളത് എന്ന് പറയേണ്ടി വരും. ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ മയക്കുമരുന്ന് ഉൾപ്പെടെ അടിച്ചിട്ടാണ് ഇതൊക്കെ കാണിക്കുന്നത് എന്ന നിലയിലാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്. എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇയാളുടെ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഇത് വല്ല രണ്ടെണ്ണം വലിച്ചു കയറ്റിയിട്ടാണ് ഇവരൊക്കെ ചെയ്യുന്നത്. അത്രയ്ക്കും ക്രൂരമായ രീതിയിൽ, നിന്ദ്യമായ രീതിയിൽ സമൂഹത്തെ മുഴുവൻ അടച്ചാക്ഷേപിച്ചുകൊണ്ട് ഓരോ പണിയൊപ്പിക്കുകയാണ്. എന്തായാലും ഇതൊക്കെ അന്വേഷിച്ച് കൃത്യമായി പോലീസ് മുന്നോട്ട് പോകട്ടെ. എന്തായാലും കുറേ ആളുകളെ കൂടെ നിർത്തിയിട്ട് സേവ് തൊപ്പി അല്ലെങ്കിൽ തൊപ്പിക്ക് അനുകൂലമായി സംസാരിപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ ഒരു ട്രെൻഡ് ഉണ്ടാക്കിയിട്ട് പോലീസ് നടപടികൾ മരവിപ്പിക്കാം, പോലീസിനെ പേടിപ്പിക്കാം, സർക്കാരിനെ പേടിപ്പിക്കാം, മീഡിയകളെ പേടിപ്പിക്കാം എന്നൊക്കെയാണ് തൊപ്പിയും ടീമും കരുതിയിരിക്കുന്നതെങ്കിൽ ആഭ്യന്തരമന്ത്രിയുടെ പേര് രമേശ് ചെന്നിത്തല എന്നാണ് കേട്ടോ. ചെന്നിത്തല ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഓപ്പറേഷൻ തൂഫാനിൽ നിന്ന് രക്ഷപ്പെടാൻ ഒറ്റ ഒരുത്തിനെയും അനുവദിക്കില്ല, കർശനമായ നടപടികൾ ഉണ്ടാകുമെന്ന് വ്യക്തമായിട്ട് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ തൊപ്പിയും ടീമും കാലിൽ വീണാലും കരഞ്ഞാലും ആണെന്ന് പറഞ്ഞാലും ഒന്നും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കേരള പോലീസിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ചെന്നിത്തലയുടെ അല്ല ആരുടെ കാലിൽ പരോക്ഷമായി വീണാലും തൊപ്പി കുടുങ്ങുക തന്നെ ചെയ്യും. ചെന്നിത്തല അതൊക്കെ തട്ടിമാറ്റി നിങ്ങളെപ്പോലുള്ളവരെ ശിക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് തന്നെയാണ് പറയാനുള്ളത്.